ഞാൻ ഈ ബി ജെ പിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു ശക്തിയൊന്നും ഇല്ലല്ലോ. അപ്പം ഒരു കൗൺസിലർ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് എങ്ങാണ്ട് ഒരാൾ ഈ ജനസംഘത്തിന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരാൾ ഒഴിച്ചാൽ പിന്നെ അവർക്ക് തിരുവനന്തപുരത്തോളം ഞാനേ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഒരു അംഗീകാരമൊക്കെ കിട്ടിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വന്നത്. അത് ബി ജെ പി കേരളത്തിൽ വളരുന്നതിനൊപ്പം നമ്മൾ അതിനോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. കുറുപ്പ് അതേസമയം കേരളത്തിലെ യങ്ങസ്റ്റ് എം പി ആയിരുന്നു CPM-ൻ്റെ. അയാൾക്ക് 27 വയസ്സോ മറ്റേ ഉള്ളൂ ആദ്യം 84-ൽ മത്സരിക്കുമ്പോൾ. അത് കുറുപ്പിൻ്റെ വളർച്ചയെ അത് പെട്ടപ്പെട്ട അപ്രതികൾക്ക് അന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. ആകെ ജയിച്ചത് CPM-ൻ്റെ ഏക സ്ഥാനാർത്ഥി കുറുപ്പാണ്. അപ്പോൾ അതായത് ഒരു വ്യക്തിപരമായ വലിയൊരു അംഗീകാരമായിരുന്നു. മലബാറിലുള്ള പോലെ അത്രയും സംഘർഷമൊന്നും ഇവിടെ ഉണ്ടായില്ലെങ്കിലും ഇവിടെയും അത്യാവശ്യം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാലക്കലാപം, ഈ ശ്രീവര, അങ്ങനെ നിരന്തരമായി എവിടെയെങ്കിലും എന്ത് സംഘടനയുണ്ട് ഒരു ശാഖ സമാധാനത്തോടെ നടത്താൻ സമ്മതിക്കില്ലല്ലോ, അങ്ങനെ ഒരു അക്രമം. അപ്പോൾ അക്രമം കൊണ്ട് നേരിട്ടാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കണം. അന്ന് ഈ കണ്ണൂരിൽ അവിടെയൊക്കെ വിജയിച്ചതുകൊണ്ടാണത് കേരളം ഉടനീളം എടുത്തത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിഞ്ഞതും. ആ കാലങ്ങൾ വളരെ സംഘർഷഭരിതമായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അതൊക്കെ മാറി. പക്ഷെ അന്നും ഈ CPM-ൻ്റെ നേതാക്കൾ വ്യക്തിപരമായി വലിയൊരു സൗഹൃദം സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. പിന്നെ 88-ലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 6 BJP കൗൺസിലർമാരെ ജയിപ്പിക്കാൻ സാധിച്ചു. അത് ശരിക്കും കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചതാണ്. ആദ്യം ഒരു നമ്മുടെ ഒരു സാന്നിധ്യം അറിയിച്ചത് 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ടാക്കിയ അനുതാപത്തെ മറികടക്കാൻ കഴിഞ്ഞ സുരേഷ് കുറുപ്പിൻ്റെ വിജയമുണ്ട്. ഓഫ്കോഴ്സ് തിരുവനന്തപുരം മണ്ഡലമാണ്. അന്ന് കേരളവർമ്മ രാജയ്ക്ക് 1,00,000-ലേറെ വോട്ട് കിട്ടി. അന്നാണ് EMS അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു പ്രഖ്യാപനം നടത്തിയത്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടമാണ്. അതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂരിപക്ഷ വർഗീയത അപകടമാണെന്നാണ്. ഒരു നയം മാറ്റം ഉണ്ടായത് ഈ കേരളവർമ്മയ്ക്ക് കിട്ടിയ വോട്ടിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. അന്ന് മുതലേ ശരിക്കും പറയാൻ ശ്രദ്ധിക്കപ്പെട്ടു BJPയുടെ സാന്നിധ്യം. അത് കഴിഞ്ഞാണ് 88-ൽ നടന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 6 കൗൺസിലർമാരെ, അന്ന് 50 അംഗങ്ങളെ ഉള്ളൂ മൊത്തം, അതിൽ 6 പേര് BJP-യാണ്. അതൊരു വലിയ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഇടതുപക്ഷത്തിന് വേറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി BJP ആയിരിക്കും. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി BJP അല്ല, CPM ആണ്. CPM-ൻ്റെ അണികളുടെ ഒരു 80% ഹിന്ദുക്കളാണ്. അതിപ്പോഴും അതെ. അതിനെ അതിജീവിച്ച് ബാക്കിയുള്ള ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ സാധിക്കുകയും CPM-ൻ്റെ സഹയാത്രികരായിരുന്ന വളരെയധികം ഹിന്ദുക്കളെ ഒന്ന് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നിലയ്ക്കൽ സമരം ഒരു കാരണമാണ്. മാർപ്പാപ്പ് വരുമ്പം സ്ഥിരം വേദി ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെ ചെറുത്തതൊരു കാരണമാണ്. പിന്നെ ഓരോരോ കാരണങ്ങളിങ്ങനെ കാലാകാലം വന്നു. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പുതിയ ഉണർവിന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗവും അടുത്ത് വരുന്നുണ്ട്. എത്രമാത്രം ഇതുണ്ടെന്നല്ല, പക്ഷേ എന്നാലും സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ അതും കൂടി ചേർന്നാണല്ലോ. അത്തരത്തിൽ ഇപ്പോൾ ഒരു നല്ല മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെ സുഗമമായ പാതയിലാണ്. CPM-ൻ്റെ പഴയതുപോലുള്ള ഒരു അന്ധമായ ഒരു ആവേശമൊന്നും അണികളിൽ ഇപ്പോഴില്ല. അത് വളരെ പ്രകടമാണ്. എനിക്ക് തോന്നുന്നു അവർക്കും ആ കാര്യം ബോധ്യം ഉണ്ടാവും.